അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്, പീനട്ട് ബട്ടർ എന്ന് പറയും. ഇത് കിളികൾക്കുള്ള ഇഷ്ട വിഭവമാണ്. പച്ചക്കിളി, കുരുവി ഇവരൊക്കെ നേരം വെളുത്താൽ നിറയെ ഇതിൽ വന്നിരിക്കും. ചെമ്പോത്ത്, കാക്ക, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പീനട്ട് ബട്ടർ എന്ന് പറയും. ഇത് പിന്നെ കഴിക്കാൻ നല്ല രസമാണ്. പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൊലി വളരെ കട്ടില്ലാതെ ഇതുണ്ട്. ഇതൊക്കെ കിളികൾ കഴിച്ചിട്ട് തണ്ട് മാത്രമാക്കിയിട്ടിട്ട് ഇതാണ്, കുരു മാത്രമേ ഉള്ളൂ. നല്ല റെഡ് കളറാവും അതിൻ്റെ. അപ്പോൾ അത് ഒന്ന് വായിലിട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ മാതിരി അതിൻ്റെ ചെറിയ പുറന്തോലൊന്ന് കൈ കൊണ്ട് തന്നെയാണ് ഞെരടിയാൽ അതിൻ്റെ ആ പഴമായിട്ടുള്ള ഭാഗം മാത്രമാണ് കിട്ടും. പക്ഷെ കുറച്ചും കൂടിയും നല്ല പഴുപ്പാകാത്ത അതിൻ്റെ പച്ചയാണിത്, പച്ച കളറിലാണ് ഉണ്ടാവുക. കാണുന്നുണ്ടോ? പിന്നെ ഇത് ഓൾ സീസൺ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ഐറ്റംസ് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത ഐറ്റംസ് ഇങ്ങനെ കായ്ച്ചുകൊണ്ടായിരിക്കും. ഏത് സമയത്തും കായ ഉണ്ടാവും. ഒരു കുറ്റിച്ചെടി മാതിരി ഇങ്ങനെ താഴേക്ക് തൂങ്ങി ഇങ്ങനെ വരുന്ന ഒരു മരമാണ്, കൊമ്പുകളായിട്ട്. അപ്പോൾ വലിയ മരമായിട്ട് പോവില്ല. നമ്മളിങ്ങനെ കൊമ്പ് ഊരി കൊടുത്താൽ ഇങ്ങനെ കൺട്രോളിൽ നിർത്താൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പിന്നെ മീഡിയം പഴുപ്പായ പഴമാണ് എനിക്ക് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ അത് നമ്മളൊരു ക്യാരറ്റ്, പിന്നെ ഒരു മീഡിയം പഴുപ്പ് പപ്പായ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണുള്ളത്. അതിൻ്റെ പുറത്തുള്ള അത് കഴിക്കാം. പിന്നെ ഞാനിപ്പോൾ കഴിച്ച് കാണിച്ച് തരാൻ. താഴെ കിട്ടുന്ന സംഭവത്തില്ല. ഓക്കെ, ഇതാണ് പഴം. ഉണ്ടോ? ഇത് ഇങ്ങനെ ഈ ടൈപ്പ് ഇത് പഴുത്തതിൻ്റെ തോലാണത്. ഈ ടൈപ്പാണ് കഴിക്കാൻ ഭയങ്കര രസമായിട്ടുള്ളത്. സാന്തോളിപ്പോൾ ഒന്ന് വീഴുന്നു താഴെ പഴുപ്പായിട്ട്. ഇതിൻ്റെ ഇല കണ്ടോ? ഇതേപോലെ റെഡ് കളറായിട്ടുണ്ടാവും പഴുത്ത ഇല. ഇപ്പോൾ സാന്തോളിപ്പോൾ പഴുത്തിട്ട് ഇപ്പോൾ വീണാണ്. അങ്ങനെയാണ് സാന്തോൾ എന്ന് പറയുന്ന ഫ്രൂട്ട്. ഓക്കെ, ഉണ്ടോ? അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതാണ് മറ്റേതാണ് പീനട്ട് ബട്ടർ റെഡ്. എങ്ങനെ കഴിക്കുകയെന്ന് വെച്ചാൽ ഇത് നല്ല ചുവപ്പ് കളറാണ്. ഉള്ളിലൊരു നട്ടുണ്ടാവും. ആ നട്ടിന് ഒരു പ്ലാസ്റ്റിക് കവർ മാതിരി ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കവർ റിമൂവ് ചെയ്തിട്ട് കവർ ഒഴിവാക്കാം. അതിൻ്റെ ഉള്ളിലുള്ള നട്ട്സും കഴിക്കാം. ചിലർ ഇത് വറുത്ത് കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ക്യാരറ്റ് തിന്നണ ഒരു ഫീലാണുള്ളത്. പിന്നെ താഴെ നിറയെ ഇതിൻ്റെ കുരുകൾ മുളച്ചു വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ്.